വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 12-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെ ഏപ്രിലിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 12-ാം തീയതി രാവിലെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വന്ദേ ഭാരത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ദേ ഭാരതിലാണ് ഇപ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ ഒരു 12:30 ആകുമ്പോഴത്തേക്കും 12 മണി ആകുമ്പോഴത്തേക്കും എറണാകുളം ജംഗ്ഷൻ എത്തുമായിരിക്കും. അപ്പോൾ മാംഗ്ലൂർ സെൻട്രൽ ടു എറണാകുളം ജംഗ്ഷൻ. അപ്പോൾ 6:25-നാണ് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ 5:30 ആകുമ്പോഴത്തേക്ക് ഒരു ഓട്ടോച്ചാരനോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ 2 ദിവസമായിട്ട് കോൺഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതായിരുന്നു കേട്ടോ. എല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ടേ വീട്ടിൽ പോയി. ഇപ്പോൾ കേരളത്തിലാണ് ഞാൻ, വീട്ടിലെത്തൂല, കേരളത്തിലായേനെ. അപ്പോൾ പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ എടുക്കുന്നതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യുക. പിന്നെ ബാക്കി വിശേഷങ്ങൾ പോകെ കാണാം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വന്ദേ ഭാരതി കയറി. നിങ്ങളുടെ കയറിയിട്ടുള്ളൊരു അഭിപ്രായം പറ. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. ഇവൾക്ക് മാത്രം വേറെ സീറ്റായിട്ട് കിട്ടിയേക്കണം. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞു വന്നു, എന്താണെന്ന് അറിയില്ല. ഇവൾക്ക് മാത്രം വേറെ സീറ്റാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങൾ 3 പേരും ഒരേ സ്ഥലത്താണ് ഇറങ്ങുന്നത്. ലീമ ബൈ 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 ബൈ. ഇപ്പൊ സമയം എത്രയും 6:25-നാണ് ട്രെയിൻ ഉള്ളത് എടുക്കുന്നത്. ഒരു 6:30 ആവുമായിരിക്കും. അതൊക്കെ പോകെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതിനകത്ത് ആരും ഇല്ലാണ്ട്, പക്ഷെ ഞങ്ങളുടെ അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് ജസ്റ്റ് ഒരു ഇതെടുത്തിയാണ്. ഇതിൻ്റെ വാഷ്റൂമാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞ് ബാത്റൂമാണ്. അതിനകത്ത് കാണിച്ചത് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. മേടിച്ചു പോയി. ചെറുതാടി, വലിയ ഗുമ്മൊന്നുമില്ല. ഇത് ചെറിയൊരു വാഷ് ബേസ്. ഇത് മറ്റേതല്ലേ, ഹാൻഡ് വാഷ്. അത്യാവശ്യം വലിയ മിറർ, ഫോട്ടോ എടുക്കാൻ നല്ല. നമുക്കൊരു ഫോട്ടോ എടുത്താലും. പിന്നെ ജസ്റ്റ് ഒരു ക്ലോസറ്റ്. വെള്ളം കിട്ടി ഗൈസ്. പക്ഷേ ഞങ്ങളിവിടെ വെള്ളം വെച്ചിട്ട് അപ്പുറത്തെ ബോഗിയിലേക്ക് പോയപ്പോഴേക്കും ഞങ്ങളിവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ച് വെച്ച വെള്ളം ആരും എടുത്തിട്ട് പോയി. ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ആൾക്കാരും വന്ദേ ഭാരതിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. വിചാരിച്ചില്ല വന്ദേ ഭാരതല്ലേ, പക്ഷെ ഞാൻ വിചാരിച്ച് ഇവിടെ എടുത്തിട്ടുണ്ടാവുന്നു. പക്ഷെ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ടായില്ല. സോ 14 ആയുള്ളൂ. പക്ഷെ എന്നാലും വെള്ളമൊക്കെ എടുത്തോണ്ട് പോകുന്നൊന്നും വിചാരിച്ചില്ല. പോയി എടുത്തു വെച്ച് കേക്കൂലടി തുറക്കാനാവില്ല. കലക്കണം. നിങ്ങളുടെ എല്ലാ മസാല മസാല ഇട്ടിട്ട് ലാസ്റ്റ് കുടിക്കാൻ പറ്റണ്ടാവുന്ന വേണ്ടി കടുപ്പം മതില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ വെറുതെ മുടിയിരിക്കലുണ്ടോ. ചൂടുവെള്ളം കുടിച്ചതിലും ഭേദമുണ്ട്. In the
ട്രെയിനിലേക്ക് യാത്ര ചെയ്യണമെന്നാണ്. ಎಡಭಾಗದಲ್ಲಿ ಬಾಗಿಲು ತೆರೆಯುತ್ತದೆ. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മെയിൻ ഐറ്റം എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഉണ്ട്, പിന്നെ വേറെ എന്തോ സംഭവമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. ടേസ്റ്റ് ഉണ്ടോ? പിന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിലെ ബണ്ണാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു കേക്കായിട്ട് എന്തെങ്കിലും സ്വീറ്റ് ആയിരിക്കും. പിന്നെ ഒരു മൗത്ത് റിഫ്രഷ്നർ ഉണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു വെറ്റ് വൈപ്സ്. ഇത് സ്പൂണായിരിക്കും അല്ലേ? സ്പൂണും ഫോർക്കും ആയിട്ട് ഇത്രയാണ് വന്നേക്കുന്നത്. ഇവിടെ ടിഷ്യൂ ഇത് കുറയ്ക്കാൻ ഇവിടെ ടിഷ്യൂ ചെയ്തത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പം എന്താ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായില്ല. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മെയിൻ ഫുഡ് മാത്രം കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ബാഗിലെടുത്തിട്ടുണ്ടോ. പിന്നെ നമുക്ക് കുറേ ടൈം ഉണ്ടല്ലോ, 12 മണി വരെ ഇരിക്കേണ്ടത് കൊണ്ട് എപ്പോഴെങ്കിലും ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന ട്രെയിൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ വേണമെന്നല്ല, അങ്ങനെ ഒരു സീറ്റ് വേണമെന്ന്. ബാക്കോട്ട് പോകുന്നത് കിട്ടാതെ. അപ്പം അങ്ങനെ കറക്റ്റ് ഫ്രണ്ടിലേക്ക് പോകുന്ന സീറ്റ് തന്നെ കിട്ടി. അടിപൊളിയായിട്ട് യാത്ര പോകുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് കയറി കഴിഞ്ഞ സമയത്ത് ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് നോർമലായി, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടും എ സി ബെറ്ററാണ് അല്ലേ? എ സി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വേർത്തൊലിച്ച് നാശമായി. ഇപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾ നോർമലി മറ്റേ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആടി ആടി പോകില്ലേ, അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് പോകുന്നു. സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ലേ, സ്മൂത്തായിട്ട് പോകുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്താ കൊള്ളാം, രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി പോകണമെന്നുണ്ട്. പക്ഷെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് നോർമലി മാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വരെ, ആലുവ വരെ, ഞാൻ ആലുവയാണ് ഇറങ്ങാറ്. അപ്പോൾ ആലുവയിലേക്ക് പോകുമ്പോൾ ജനറലിനാണെങ്കിൽ 165 രൂപയാണ് ആവുക. 160 രൂപ 65 രൂപ ആവുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ 300 ആവത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ 1000 രൂപയായി, 1104 രൂപയായി. പക്ഷെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഫുഡിനാണെങ്കിൽ എക്സ്ട്രാ 120 ആയിട്ടുണ്ട്. ഐ മീൻ ഇതിനകത്ത് തന്നെ 120 ഇൻക്ലൂഡഡാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഇല്ലാതെ എടുക്കുവാണെങ്കിൽ ഈ 1104 നിന്ന് 120 മൈനസ് ആവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല അല്ലേ? എൻ്റെത് പറയും. ഇറങ്ങാൻ തോന്നുന്നില്ല ഇവിടെ തന്നെ കിടന്നാലോ എന്ന് വിചാരിക്കുന്നു. ട്രിവാൻഡ്രം പോയി ഇറങ്ങിയത്. അത് എറണാകുളം കഴിയുമ്പോൾ എറണാകുളം കഴിയുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർ വരുമായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ നോർമലി മറ്റേതിനകത്തിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ കയറിയില്ലോ. പക്ഷെ ഇതിനകത്തിരിക്കുമ്പോൾ നല്ല രസം. ഞാൻ ഇതിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും, ഇപ്പം ഞങ്ങൾ അതിനകത്ത് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കയറിയതാണ്. കഴിഞ്ഞ്
ഇത് വന്ദേ ഭാരത് ഇറങ്ങി ബാംഗ്ലൂരോട്ട് വന്ദേ ഭാരത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് വന്ദേ ഭാരതിന് പോകണം എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഈ പ്രാവശ്യം പോയപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് കയറിയതാട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് സ്റ്റോപ്പ് പോയിട്ട് കാര്യമില്ല. അത്യാവശ്യം എവിടെയെങ്കിലും പോകാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ വന്ദേ ഭാരതിലൊന്ന് പോയി നോക്കുക. കാരണം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പം നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളിയായിരിക്കും കേട്ടോ. ഹലോ ഗൈസ്, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11:40 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എറണാകുളം എത്താറായിട്ട് ആലുവ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എത്തിയിട്ടോ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് പറയും കാണിക്കുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ എൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. ഗൈസ്, അപ്പം അങ്ങനെ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടോ. ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്. കുറച്ച് പത്തം ചുറ്റിയൊക്കെ വന്നേ. പിന്നെ ഒന്ന് കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു. ഒരു പുതിയ ഫോൺ എടുത്തു കേട്ടോ. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു പുതിയ ഫോൺ വേണമെന്നുള്ളത്. എസ്പെഷ്യലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വീഡിയോയിൽ ആക്റ്റീവ് ആവാനും കുറച്ച് നല്ല വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ചെന്നിട്ട് വേണം ഇനിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് പുറത്തൊന്നും പോകുന്നുണ്ടാവില്ല. വീട്ടിൽ തന്നെ ഇരിക്കലായിരിക്കും. നല്ല വെയിൽ, സൂര്യൻ. അപ്പോൾ ഞാൻ അണയ്ക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് മടുത്തുപോയി. പക്ഷെ ട്രാവലിങ് വന്ദേ ഭാരതിൽ ഇറങ്ങിയത് വരെ, എറണാകുളം വന്നത് വരെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തത്. കാരണം നമ്മൾ മറ്റ് ജനറലിലും സ്ലീപ്പറിലൊക്കെ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ വന്ദേ ഭാരത് നൈസ് ഒരു ട്രെയിനാണെന്നേ തോന്നുന്നില്ല അതിനകത്തിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ പറയാണ്, ആരെങ്കിലും എൻ്റെ ഉള്ളിൽ കയറാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ദൂരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ആ റേറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഗുഡ്. പക്ഷേ ആ റേറ്റിനത് വെർത്തായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല കുഴപ്പമുണ്ടാകുന്നു. ഇനി ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും കയറാൻ ചാൻസ്, അറിയില്ല. വായിലെ വെള്ളം പറ്റി വെള്ളം ദാഹിക്കുന്നു. അമ്മേ, ഞാൻ മടുത്തപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അവരുടെ കാത്തിരിക്കുന്ന ആളെ കാണിച്ചില്ലേ. രണ്ടുപേരും പുറത്തിറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. എന്താ കൃതിക്ക് എന്നെ മൈൻഡ് ആക്കാത്ത ചെക്കോ? ആളെടുക്കണല്ലോ.